അഭിനയം പഠിച്ചിട്ട് പോയതല്ല, അവര് പഠിപ്പിച്ചു വന്ന് ഞാനതിലൊരു പറഞ്ഞു. സിനിമ ഉണ്ടെങ്കിൽ കാണുന്നത് മമ്മൂട്ടിയുടെ സിനിമ. അതെന്താ മമ്മൂട്ടിനെ കൊറേ പറഞ്ഞ അന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ മുണ്ടാണ്ട് ഇവിടെ ഇരുന്നല്ലേ. അതാണ് കാണേണ്ടത്. സത്യന്റെ സിനിമ സൂപ്പർ സിനിമയാണ്. കുട്ടാടം പാടത്ത് കട്ടാതല്ലി നിൽക്കുമ്പോ ചൂടറിയില്ല ചേട്ടോ പല്ലട്ടി മിഠായി. ഇത് പാടത്ത് പണിയെടുക്കുമ്പോ പാടണാണ്. ഞങ്ങൾ പാടത്ത് ഞാറ് നടുമ്പോഴും ഞാറെടുത്ത് ഇങ്ങനെ നട്ട് നിൽക്കുമ്പോ ഞങ്ങൾ പാടണ പാട്ടുകളാണ് ഇതൊക്കെ. ഇതൊക്കെ പാടിയിട്ട് നേരം പോണത് അറിയില്ല ഞങ്ങ. പണ്ട് പഴയ പാട്ടാണ്. ഇപ്പോഴത്തെ കാലത്തെ പാട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ പഴയ മോഡലുള്ള ആളാണ്. പഴയ മോഡലൊന്നല്ല, ന്യൂ ജനറേഷനാ. പിന്നെ സ്കൂളിൽ പോക്കില്ല. അപ്പൊ സ്കൂളിൽ പോക്കില്ല. അതും ചെയ്യണേ. ഒരാള് രണ്ടാളാവാൻ പറ്റുമോ? അന്നത്തെ മിഠായി ഇങ്ങനെ ഇരിക്കും. ഈ വിരലിന്റെ പകുതി പോലെ ഇരിക്കും. പല്ലുട്ടിന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് ചോദ്യാണല്ലേ. ഇപ്പൊ ഫോൺ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പല്ലുട്ടി സിനിമയിലെ വിശേഷങ്ങളാ. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ കണ്ണൻ ചേട്ടന്റെയും കണ്ണൻ ചേട്ടന്റെ അമ്മൂമ്മയുടെ വിശേഷം അറിയാനാണ് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷം ചോദിച്ചറിഞ്ഞാലോ? അതെ, 10ാം ക്ലാസ് പരീക്ഷയാണ്. 2 മാസം കൂടി കഴിഞ്ഞാല് എന്താണ് ഈ കളിച്ച് കിടക്കണത്? കളിച്ച് കിടക്കാണ്ട് പഠിക്ക്. എന്താണ് ഇവിടെ കളിയേ കളിച്ച് കിടക്കണേ. പരീക്ഷയാണ്, പഠിക്കണില്ല. മനസ്സിലായി എന്നെ? പിന്നെ മനസ്സിലായില്ലേ? എൻ്റെ രമേശിന്റെ രതര മോളല്ലേ? എന്നാ ഞാനേ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. അതെ, എടുത്തോ. ഈ ചെറു പ്രായത്തിൽ തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലെ? സിനിമയില് അഭിനയിച്ച് സിനിമ ഇവിടെ ഉണ്ടല്ലോ, ഇരിങ്ങാലക്കുട ഉണ്ടല്ലോ, എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ട് സിനിമ. ഞങ്ങളുടെ സിനിമ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, ഇവരൊരു അമ്മൂമ്മയും മോനായിട്ടാണ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പേര്. ഇപ്പൊ അവരെന്താണ് ഒറിജിനൽ ജീവിതത്തിലും എന്താണ് അമ്മൂമ്മയും മകനാണ്. അമ്മൂമ്മയല്ല, അച്ഛമ്മയും മോനും പേരക്കുട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു മോന്റെ കൂടെയുള്ള അഭിനയം? നന്നായി അഭിനയിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, നന്നായി. അമ്മൂമ്മയാണോ അതോ മകനാണോ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് നന്നായി? അത് നമ്മുടെ പേരക്കുട്ടിയാണ്. പക്ഷെ എന്നാലും ഇത്ര ചെറു പ്രായത്തിലാണ് ഒരു സിനിമയിൽ എത്തിയിരിക്കുന്നത്. ഇത്ര ചെറുപ്പത്തിലേക്ക് ആർക്കെങ്കിലും എത്താൻ പറ്റുമോ? എത്താൻ പറ്റില്ല, ആർക്കും എത്താൻ പറ്റില്ല. എൻ്റെ ഈ മകൻ പഠിച്ച് സർക്കാരിൻ്റെ അവാർഡ് കൈനീട്ടി മേടിച്ച ആളാണ് എൻ്റെ മോൻ. ഇതെൻ്റെ പേരക്കുട്ടിയാണ്. അത് എൻ്റെ മകനാണ്. ആ മകനും ഞാനും എൻ്റെ ഈ മോനും ഞങ്ങൾ 3 പേര് അഭിനയിച്ച സിനിമയാണ് പല്ലട്ടി സിനിമ. അഭിനയിച്ചതാണ്. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ അത്ര ഇതിലൊന്നും പോയിട്ടില്ല. പക്ഷെ എൻ്റെ മക്കള് അതിൽ കേമന്മാരായിട്ട്. പക്ഷെ എന്താ സിനിമയിലെ അഭിനയം? എങ്ങനെ അഭിനയം പഠിച്ചിരുന്ന? അഭിനയം പഠിച്ചിട്ട് പോയതല്ല, അവര് പഠിപ്പിച്ചു വന്ന് ഞാനതിലൊരു പറഞ്ഞു. ഞാൻ സിനിമയിലൊന്നും പോയിട്ടില്ല. ഞാൻ ഏത് സിനിമയെ പൊക്കരിക്കണ്? ഞാൻ പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് പോയതാണ്. എങ്ങനെ ഡയറക്ടർ പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയാണ് അഭിനയിക്കണ്ടേ? ഇങ്ങനെ പറയ് അച്ഛമ്മ, അങ്ങനെ പറയും അച്ഛമ്മ. ശരി പറയാം. അങ്ങനെ പറഞ്ഞു. അത് അവർക്ക് ഒക്കെ കയ്യടിയും ചെറിയും സന്തോഷമായി. ഒരു ഒറിജിനൽ ജീവിതമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഈ സിനിമയുടെ അഭിനയത്തില്? ഒറിജിനൽ ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് ഈ ഉണ്ടായതാണ് ഈ പല്ലട്ടി മിഠായി. ഇപ്പം എല്ലാ മിഠായികളും ഉണ്ട്, പലതരം മിഠായികളുണ്ട് ഇല്ലേ? പല്ലട്ടി മിഠായി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതപ്പെട്ട മിഠായിയാണ്. ആ മിഠായി തിന്ന് കഴിഞ്ഞാലില്ലേ, നമ്മൾക്ക് ഇപ്പോഴത്തെ മിഠായി പോലെയല്ല അന്നത്തെ മിഠായി. അതൊരെണ്ണം നമ്മൾ തിന്ന് കഴിയണമെങ്കിൽ തന്നെ ഒരു 4 നാഴിക പിടിക്കും. അന്ന് നാഴിക എന്നാണ് പറയുന്നത്, മണിക്കൂറല്ല. പഴയ കാലത്ത്
അപ്പം അത് വയലുണ്ടാവും. അത് നമ്മൾ എടുക്കുന്ന പണികൾ എടുക്കുക. അതേമാതിരി കൊയ്ത്തുപാടത്താണെങ്കിൽ കൊയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാറ് നടുമ്പോഴോ പുല്ല് വലിക്കുമ്പോഴൊക്കെ ഈ മിഠായി തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലും ചൂടും തണുപ്പും ഒന്നും അറിയാത്ത വിധത്തിൽ അങ്ങോട്ട് പോകും. ഈ പല്ലുട്ടി മിഠായിൽ എന്താ എങ്ങനെയാണ് ആ മിഠായിയുടെ? അന്നത്തെ മിഠായി ഇങ്ങനെ ഇരിക്കും. ഇത് ഈ വിരലിൻ്റെ പകുതി പോലെ ഇരിക്കും. അതിങ്ങനെ ഇങ്ങനെ തെറുത്ത് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾ തിന്നിട്ടുള്ളതാണ്. വാഴല വെട്ടി വെയിലത്തിട്ടിട്ട് വാട്ടിയിട്ട് ആ വാഴലയിൽ പൊതിയാണ് ആ മിഠായി. ഇന്നിപ്പോൾ കവറുകളിലാണ്. അത് നമ്മൾ ആ വാഴല ഒലിച്ച് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ലേ നേരത്തോട് നേരം നമ്മുടെ വായിൽ ആ മധുരം നിൽക്കുകയും ചെയ്യും. നമുക്കൊരു വിശപ്പ് മാറണമാതിരി തോന്നും. അന്നത്തെ കാലം അങ്ങനെയാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് സമയത്തിന് ഭക്ഷണം കഴിക്കുക, നമ്മൾക്ക് ഇങ്ങനെ പണി കൊടുക്കണ്ട. പണ്ട് അങ്ങനെയല്ല. ഇഷ്ടം പോലെ പണിയെടുത്ത് വെറുത്ത് തളർന്നാലും പാടത്തൊന്നും കയറാൻ പറ്റില്ല. അപ്പോഴും ആ മിഠായി തിന്നണതിൻ്റെ ഒരു ഫലം നിൽക്കും. നിനക്കറിയായിരുന്നു ഇപ്പോൾ പല്ലുട്ടി മിഠായി ഈ പ്രായത്തിലൊക്കെ തിന്നിട്ടുണ്ടോ? ഞാൻ തിന്നിട്ടുണ്ട്. അത് ഇപ്പോഴല്ലേ അന്ന് തിന്നാൻ പറ്റില്ല. പറഞ്ഞ കഥ 72 കൊല്ലത്തിന് 76 കൊല്ലത്തിന് 30 കഴിഞ്ഞ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഇപ്പൊ ഈ പ്രായത്തിൽ അവൻ ഇപ്പൊ കഴിച്ചിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ പല്ലട്ടി മിഠായി. ഇപ്പൊ ഉണ്ട്. അന്ന് വേറെ മിഠായികളൊന്നുമില്ല, ഒരു മിഠായിയും ഇല്ല. ഇതാണോ ഉള്ളത്. പിന്നെ നാരങ്ങ മിഠായി ഒക്കെ ഇപ്പൊ പിന്നെയാണ് ഉണ്ടായത്. നാരങ്ങ മിഠായി തിന്നത് പിന്നെ ഇപ്പൊ നാരങ്ങ മിഠായി ഉണ്ട്. അതേമാതിരി തന്നെ ഇതൊക്കെ 5-6 തരം മിഠായിയുടെ പേര് പറഞ്ഞേക്കാല ഇല്ലേ. അന്ന് അതൊന്നുമില്ല. ഒന്നുമില്ലാത്ത കാലമാണ് പണ്ട് കാലം. ആ കാലത്ത് ആൾക്കാർക്ക് രസത്തിന് തിന്നാൻ പറ്റിയ സാധനമാണ് പല്ലട്ടി മിഠായി. ഇപ്പൊ സിനിമയിലേ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇടിയാണ്. എടാ പോയി പഠിക്കടാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇടിയാണ്. ഒറിജിനൽ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണോ? ഇടിയും ബഹളൊക്കെ തന്നെയാണോ? അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ പഠിപ്പ് നോക്കണ്ട. ഇപ്പൊ പന്ത് കളി ആയിട്ട് ഇങ്ങനെ നടക്കും. ഇപ്പൊ എങ്ങും പോയിട്ടില്ല. സിനിമ തുടങ്ങിയപ്പനെ ആള് കളിക്കാൻ പോയിട്ടില്ല. ആൾക്ക് ഇവിടെ ഉണ്ടായില്ല. ആകെ 4 ദിവസമായിട്ടുള്ളൂ ഈ ആൾ ഇവിടെ വന്നിട്ട്. ഇവിടെ ഉണ്ടായില്ല. ആള് ഇങ്ങനെ രാജ്യങ്ങൾ പോയി ആള് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, പിന്നെ എവിടെയാണ് കണ്ണൂർ, ഈ ഭാഗത്തൊക്കെ ആയിരുന്നു. ആളെ കിട്ടിയിട്ടില്ല ഇങ്ങോട്ട്. ഇപ്പോഴാണ് കിട്ടിയിരിക്കണത്. ഇപ്പൊ ഒരു 4 ദിവസമായി. അതിനകത്ത് ഒരു ദിവസം സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ പോക്കില്ല. അപ്പോ സ്കൂളിൽ പോക്കില്ല. അതും ചെയ്യണേ. ഒരാള് 2 പറ്റുമോ? മോൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോൻ്റെ ക്ലാസ്സിൽ പോവാൻ മോൻ തന്നെ വരണ്ടേ? അപ്പം അതിൻ്റെ പേരിൽ എൻ്റെ മോൻ ക്ലാസ്സിൽ പോണില്ല, ട്യൂഷനും പോണില്ല, 2നും പോക്കില്ല. ഉണ്ടായില്ല. എക്സാം എഴുതുമ്പോ എങ്ങനെ മാർക്ക് കിട്ടപ്പോ? കഴിയുമ്പോൾ മാർക്ക് കിട്ടണമെന്ന് ഞാൻ പറയണേ. ഞാൻ കോണത്തെ കുന്നി പോണുണ്ട്. ഒരു ചൂരിൽ പഠിച്ചുകൊണ്ട് വന്ന് അടിക്കാനായിട്ട്. അടിച്ചോ? നല്ല അടി കൊടുത്തോ? പഠിക്കാനാണ്. അല്ലാണ്ട് എൻ്റെ മോൻ ഒരാളും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അഭിനയിക്കാനായിട്ട്? കണ്ണൻ ചേട്ടൻ എന്ന കഥാപാത്രം ഭയങ്കര ഇതാണല്ലോ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് പല്ലുട്ടി. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ചെയ്യാനായിട്ട്. പാലക്കാടായിരുന്നു ഷൂട്ട്. അപ്പോൾ 1 മാസത്തോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം മാത്രമേ ഷൂട്ടിലായിരുന്നുള്ളൂ. അപ്പം അടിപൊളിയായിരുന്നു അവിടുത്തെ അവസ്ഥകൾ. അച്ഛമ്മയായിട്ടുള്ള അത് ഞങ്ങൾ വീട്ടിൽ ഇതേ കണ്ടില്ല. ഇപ്പോഴും സംസാരിക്കുന്ന പോലെ തന്നെയാണ് സിനിമയിലും സംസാരിച്ചേക്കണത്. അപ്പം എല്ലാവരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, റിയൽ അച്ഛമ്മയായിട്ട് ഇങ്ങനെ തന്നെയാണോ വീട്ടിൽ? എന്തായാലും ഇങ്ങനെ തന്നെയാണ് അല്ലേ? ഇതിലൊരു മാറ്റവും ഇല്ല. ഭയങ്കര സ്നേഹമാണ്. തല്ല് പിടിക്കില്ല. നമ്മള് കാര്യം പറയും. അല്ല, കാര്യം പറയുമ്പോ ഞങ്ങൾ തല്ലുപിടിക്കും. തല്ല് പിടിക്കാനൊന്നും പറ്റില്ല എനിക്ക്. തല്ല് പിടിക്കണ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ, അതല്ലേ കൂടെ കഴിഞ്ഞു കിട്ടാ. എന്തിനാണ് അവസാനമായിട്ട് തല്ലുപിടിച്ച് നിങ്ങൾ കണ്ടിരും?
അവനോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ അവന് ഉറക്കായിട്ട് കിടന്നുറങ്ങി. അവനെനിക്കില്ല. ഈ സിനിമയിലോ അല്ലെങ്കിൽ വേറെ കഥാപാത്രത്തിലോ ഒക്കെ ഉണ്ടോ അമ്പലത്തിൽ പോകാൻ പാടില്ലെന്ന്? അങ്ങനെ ഉണ്ടോ കഥാപാത്രം? അത് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല, അപ്പം ദേഷ്യം പിടിക്കും. അതാണ്. സിനിമ കണ്ടായിരുന്നോ പല്ലുട്ടി? സിനിമ കണ്ടു. എവിടെയാ കണ്ടേ? ഞാൻ പോയി എറണാകുളത്ത് പോയി കണ്ടു. ആദ്യം സിനിമ കാണാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അത് പോണില്ല എന്ന് വിചാരിച്ചു. അതെന്താ അങ്ങനെ അവനവൻ അഭിനയിച്ച് സിനിമ കാണാൻ പോകാനൊരു? ഞാനേ അതൊരു കഥയാണ് മോളെ. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അച്ചാച്ചൻ കൊടുങ്ങല്ലൂർ സിനിമ എൻ്റെ ഓർമ്മയിൽ ആകെ കാടിശ്ശേരിയിൽ മാത്രമേ സിനിമയുള്ളൂ. അവിടെ സിനിമ ഇറങ്ങുമ്പോൾ അന്ന് മതിലുമ്പളൊക്കെ ഇത് കൊണ്ടുവന്ന് ഒട്ടിക്കലാണ്. ഇന്നത്തെ കാലമൊന്നുമല്ല. അപ്പം അത് കണ്ട് വായിച്ച് വന്നിട്ട് പോകണമെന്ന് പറയുമ്പോൾ എന്നെ പോയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഫിലിം കാണാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്ക് ചിന്ത മാറി വരും. എന്താണ് ഡിപ്രഷൻ നടന്ന് സിനിമയൊക്കെ കണ്ടതാണ്. അല്ല, ഇപ്പൊ സിനിമ പോയി കണ്ടപ്പോഴേ അഭിനയൊക്കെ എങ്ങനെ തോന്നി? ഇഷ്ടപ്പെട്ടോ? അവനവന്റെ മുഖം തന്നെ സ്ക്രീനിലൊക്കെ കണ്ടപ്പോ? എൻ്റെ മുഖം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ പേരക്കുട്ടികളെയും അതിൽ അഭിനയിച്ച മക്കളുകളെ ഒക്കെ എനിക്കിഷ്ടമായി. പക്ഷെ അമ്മൂമ്മ അടിപൊളിയായിട്ടാണ് അവതരിപ്പിച്ചിരുന്നേ. എന്തായിരുന്നു ഡയലോഗൊക്കെ? അത് പറയാൻ പറഞ്ഞോ അമ്മ അങ്ങോട്ട് പറഞ്ഞു. അതൊന്നും നമുക്ക് വലിയതൊന്നും തോന്നണില്ല. പിന്നെ ഇത്രയും വലിയ ആളുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ലോ. ഇപ്പൊ അർജുൻ അശോകൻ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അവരായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പം എന്താണ് ശ്രുതി കോപ്പ, പിന്നെ സുചേട്ടൻ, പിന്നെ ദിനേശ് ചേട്ടൻ, പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് പേരായിട്ട് ഭയങ്കര സീക്വൻസിൻ്റെ സീൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ കൂടുതൽ എന്നിട്ടാണ് ഉണ്ണിക്കുട്ടനായിട്ടാണ്. അപ്പം എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ് അവൻ. അപ്പം അങ്ങനെ തൊട്ട് അറിയാം. പണ്ട് ഷോർട്ട് ഫിലിം ആയിരുന്നു 2017. അപ്പം അതിനുശേഷം കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ. ഇപ്പം ഈ ഷോർട്ട് ഫിലിം ഒരു ചെറിയ ഷോർട്ട് ഫിലിം ആയിരുന്നല്ലോ പല്ലുട്ടി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആദ്യത്തെ പല്ലുട്ടി എന്ന് മാത്രമായിരുന്നു പേര്. പിന്നെ എങ്ങനെയാണ് ഇതൊരു ചിത്രത്തിലോട്ട് എത്തി എന്ന് അറിയോ? ചേട്ടൻ പറഞ്ഞു സിനിമയുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്. പിന്നെ അവർ പോയി എല്ലാം സെറ്റാക്കി. പിന്നെ പാലക്കാട് ഷൂട്ടാണെന്ന് പറഞ്ഞു. ഇനി 1 മാസം മുമ്പ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ പാലക്കാട് പോയി ഷൂട്ട് ചെയ്ത്. അങ്ങനെയാണ്. ഇപ്പൊ ഡയറക്ടർ ജിതിൻ രാജാണല്ലോ. ഈ ഒരു സിനിമയിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത് നിങ്ങൾ? അമ്മമ്മയും മോനും? അച്ഛമ്മ എന്ന് പറയുമ്പോൾ ജീൻചേട്ടൻ ഒരു ദിവസം വന്ന് അപ്പോൾ പറഞ്ഞ് അച്ഛമ്മേനെ സിനിമയിൽ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു അച്ഛമ്മേനെ അങ്ങോട്ട് സിനിമയിലോട്ട് എടുക്കുക എന്നാ പറഞ്ഞേ? ഞാൻ എടുക്കുകയാണ് ഇങ്ങോട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, പറ്റില്ല. രാവിഞ്ചിരി അച്ഛമ്മയായിട്ട് അച്ഛമ്മ വരാതിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരാം, ഇങ്ങനത്തോളമൊക്കെ എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. ഞാൻ വരാം എന്ന് പറഞ്ഞു പോയി. അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്. ഇപ്പോൾ മോള് നിൽക്കുന്ന കിടാങ്ങൾ 2 അതേമാതിരി എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് ഏത് മക്കളും. അവരെന്നോട് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം ഞാനത് അതിൽ സഹകരിക്കാൻ നിൽക്കുള്ളൂ. ഇപ്പോൾ ഡാവു കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് ആദ്യ ചിത്രമല്ല. അപ്പൊ ഫസ്റ്റ് ചിത്രം ഏതായിരുന്നു? ഫസ്റ്റ് ഫ്രഞ്ച് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പടം സണ്ണിവേൻ്റെ അനിയനായിട്ടാണ് ചെയ്തത്. ഇപ്പൊ ഈ സിനിമയിലോട്ടൊക്കെ എങ്ങനെ എത്തിപ്പെട്ടെ? അത് പല്ലുട്ടി കാരണമാണ്. പല്ലുട്ടി ഷോർട്ട് ഫിലിം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം 18ഓളം സിനിമകൾ ചെയ്ത് ചെറുതും വലുതായിട്ടുള്ളത്. ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സിനിമ കണ്ട് മോഹൻലാൽ, മമ്മൂട്ടി അവരെല്ലാവരും പ്രശംസിച്ചു അല്ലേ? എങ്ങനെയുണ്ട് ആ ഒരു നിമിഷം? മോഹൻലാൽ അതൊക്കെ നമ്മൾക്കൊരു സന്തോഷമല്ലേ. ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള നടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടന്മാരെല്ലാവരും മമ്മൂട്ടിയെ ഇഷ്ടം. നടന്മാരെല്ലാവരും അതിപ്പോ എൻ്റെ മോനടക്കാം, എൻ്റെ മോനടക്കാം. ഇതിനായിട്ടൊരു കാര്യത്തിനായിട്ട് പോകുമ്പോൾ ഒരാൾ മോശമായിട്ട് പെരുമാറിയാലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ പറയില്ല, ആരെയും പറയില്ല. പക്ഷെ എന്നാലും സിനിമ ഉണ്ടെങ്കിൽ കാണുന്നത് മമ്മൂട്ടിയുടെ സിനിമ. ആള് സിനിമയിൽ അഭിനയിക്കണേൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാക്കി തിരുത്തുക. മറ്റുള്ള സിനിമ പോലെയല്ല. ആളുടെ സിനിമയിൽ എന്തെങ്കിലും
ഒരു കഥയുണ്ട് അതിൽ, ഒരു ജീവിത കഥ ആ സിനിമയിലുണ്ടാവും. അതാണ് കാണേണ്ടത്. പക്ഷെ ഇത് പണ്ട് കാലത്ത് നടന്മാരിലെ ഏറ്റവും ഇഷ്ടം പണ്ട് കാലത്ത് നടന്മാരില്ലേ മധുവിനെ, മധുവിന്റെ സിനിമ എവിടെയുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പോകാൻ ഇഷ്ടമുണ്ട്. പ്രേമനസീറിന്റെ സിനിമക്ക് എനിക്ക് ഇഷ്ടമില്ല, അതൊരു ജാതിയാണ്, അതെനിക്ക് ഇഷ്ടമില്ല. എന്നാലും പോകും. കൊട്ടാരക്കാരുടെ അതേമാതിരി വാൽക്കൻ നായരുടെ ആ സിനിമയൊക്കെ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ അതൊക്കെ ഒരു ജാതിയാണ്. സത്യന്റെ സിനിമ, സത്യന്റെ സിനിമ സൂപ്പർ സിനിമയാണ്. അതും മധുവിൻ്റെ സിനിമ കാണാൻ ഞാൻ പോയിരിക്കും. അത് രണ്ടും എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല, ആ രണ്ട് നടന്മാരെ. പിന്നെ നമ്മുടെ ശങ്കരാടി, അതേമാതിരി തന്നെ തിലകൻ, ഇതൊക്കെ ഇല്ലേ, കുഴപ്പമില്ല. അവരൊക്കെ നല്ല അഭിനയമാണ്. അവരൊക്കെ അഭിനയത്തിൻ്റെ കാര്യം ഇപ്പോഴത്തെ സിനിമയിൽ എത്തൂല കേട്ടോ, അതും പറയാം. അത് പണ്ടത്തെ സിനിമ എന്ന് പറഞ്ഞ സിനിമയാണ്, ജീവിത കഥയാണ് അതൊക്കെ. ഇപ്പം അങ്ങനെയല്ല. പല്ലുട്ടി ജീവിത പല്ലട്ടി ശരിക്കും ജീവിത കഥ, കഥ. പല്ലുട്ടിൽ ഇപ്പൊ കൊറേ പഴയ കാര്യങ്ങൾ പറയുന്നുണ്ട്, സൂപ്പറാണത്. അതൊക്കെ എങ്ങനെയാണ് കൊണ്ടുവന്നേ? ഇപ്പൊ ഡയറക്ടർ പറഞ്ഞിരുന്നു അമ്മമ്മ കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. കൊറേ കാര്യങ്ങൾ ഞാൻ അവരോട് ഇപ്പൊ അതിലുള്ള പാട്ട് ഞാൻ പാടി കൊടുക്കാന്ന് പറഞ്ഞല്ല, എന്നെ കൊണ്ട് അവർ പാടിക്കണ്ടാണ്. നല്ല അസല് അടിപൊളി പാട്ട് പാടി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് വേറെ പാട്ടൊക്കെ ആയിക്കോട്ടെ, നമ്മൾക്ക് ഇതൊന്നുമില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ പാടത്ത് പണിയെടുത്ത് നിൽക്കുമ്പോ ഈ മിഠായി വായിലിട്ടും കൊണ്ട് പാടണാണ്. എന്തൊരു നല്ലൊരു പല്ലട്ടി മിഠായി, നേരം പോകുന്നതാ അറിയുന്നില്ല ചേട്ടാ, ചേട്ടനും പോരുമ്പോ വൈകിട്ട് പോരുമ്പോ പല്ലട്ടി മിഠായി മേടിച്ച് കൊണ്ടുവന്നോളൂ. കുട്ടാടം പാടത്ത് കട്ട തല്ലി നിൽക്കുമ്പോ ചൂടറിയില്ല ചേട്ടോ പല്ലട്ടി മിഠായി. പല്ലട്ടി മിഠായി തിന്നാൽ ചൂടറിയില്ലെന്ന് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാടത്ത് പണിയെടുക്കരുത്. ഇത് ഇൻസ്റ്റയിൽ റീലിട്ടെന്ന് ജീഞ്ചേട്ടൻ, അത് വേറെ വരിയുണ്ട്, അത് കേൾപ്പിച്ചു കൊടുക്കില്ലട്ടാ. ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അച്ഛമ്മ പാട്ട് പറഞ്ഞത്, അത് വേറെ വരിയൊക്കെയാണ് അച്ഛമ്മ പറഞ്ഞത്. ഇത് പല്ലട്ടി മിഠായിരെ പാടത്ത് പണിയെടുക്കുമ്പോൾ പാടണം. ഇത് പാടത്ത് പണിയെടുക്കുമ്പോൾ പാടണതാണ്. ഞങ്ങൾ പാടത്ത് ഞാറ് നടുമ്പോഴും ഞാറെടുത്ത് ഇങ്ങനെ നട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ പാടണ പാട്ടുകളാണ് ഇതൊക്കെ. ഇതൊക്കെ പാടിയിട്ട് നേരം പോണത് അറിയില്ല ഞങ്ങ. ആ പിന്നെ അതല്ല, വേനപ്പകൽ സമയത്തേ കുംഭമാസിൽ കത്തുന്ന വെയിലത്ത് കുട്ടാടൻ പാടത്ത് കട്ട തല്ലാണ്, കട്ട തല്ലി പൊട്ടിക്കാണ്, മനസ്സിലായ? അങ്ങനെ പണിയെടുക്കുമ്പോൾ ഞങ്ങൾ പാടുന്ന പാട്ടാണ് ഇതൊക്കെ. നേരം പോണത് അറിയില്ല, നേരം പോണത് അറിയില്ല. പണ്ട് പഴയ പാട്ടാണ്. ഇപ്പോഴത്തെ കാലത്തെ പാട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ പഴയ മോഡലുള്ള ആളാണ്. പഴയ മോഡലൊന്നല്ല, ന്യൂ ജനറേഷനാ. പിന്നെ അല്ല, ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞിട്ട് കൂട്ടുകാരികളൊക്കെ എന്താ പറഞ്ഞേ? കൂട്ടുകാരികളൊക്കെ പറഞ്ഞ് നല്ല സിനിമയാണ്, ഞങ്ങൾ പോയി കണ്ട്. കുടുംബത്ത് തല്ലു കിടാങ്ങളെ ഒച്ചെടുക്കണ കാര്യം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പല്ലൊട്ടി എടുത്തപ്പോ ഭയങ്കര ചെറുപ്രായമായിരുന്നു, ഇപ്പൊ അത് സ്ക്രീനിൽ കാണുമ്പോ എന്തെങ്കിലും ഇപ്പൊ വലിയതായി, അത് 7 പഠിക്കുമ്പോയിരുന്നു പല്ലുട്ടി സിനിമ ചെയ്തത്. ഇപ്പൊ 10ലെല്ലാം പഠിക്കണം, അപ്പൊ അത്രയും ഇതായി ഉണ്ട്. വലുതായില്ലേ, ആള് വലുതായില്ലേ? 2 കൊല്ലായിട്ടുള്ളൂ. പക്ഷേ എനിക്കിപ്പോ 78 വയസ്സാണ്. ഇനി ഡാവിനോട് ഇപ്പൊ സിനിമ ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സിന്റെയും നാട്ടുകാരുടെയും അവരുടെ ഒക്കെ എങ്ങനെയുണ്ട്? 4 ദിവസം ഞാൻ വന്നിട്ട്, അപ്പൊ വന്നപ്പോ തന്നെ എല്ലാവരും ഭയങ്കര സത്യം പറഞ്ഞ ഫോണിലാണ് എല്ലാവരും മെസ്സേജ് അയക്കല്. പിന്നെ അത് കഴിഞ്ഞ് ബർത്ത്ഡേ, പിന്നെ അങ്ങനെ എല്ലാവരും നാട്ടിലെ കുറേ ആൾക്കാർ പറയാറുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഇത്ര ദിവസമൊക്കെ സ്കൂളിലൊക്കെ പോകാണ്ടിരിക്കും. ഞാൻ ഒരു ദിവസം പോയിട്ടുള്ളൂ സ്കൂളിൽ, ഇനി നാളെ പോകണം. എന്താണ് അവസ്ഥ എന്നറിയില്ല. വന്നിട്ടുണ്ട്, ഒരു കഥ വന്നിട്ടുണ്ട്,
അത് ചെയ്യുന്നുണ്ടോ? അല്ലേ വിളിച്ചിട്ടില്ലേ പറയ്. അമ്മമ്മക്ക് ഉണ്ട് അമ്മമ്മനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? പിന്നെ അടിപൊളിയായിട്ടല്ലേ അഭിനയിച്ചിരിക്കുന്നേ. അഭിനയിക്കുന്ന വെച്ചിട്ട് ഈ തണ്ടലുമില്ല നടുവില്ലാത്ത തളനെ ആര് കൊണ്ടുപോകും? ജിതിൻ രാജേട്ടൻ വിളിച്ചില്ലേ? അപ്പൊ അതുപോലെ ഓരോരോ ആളുകൾ വിളിച്ചിട്ടുണ്ട്, ഒരു സിനിമ വിളിച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോകണം. ഇപ്പോ കണ്ണൻ ചേട്ടൻ എന്നാണ് സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. കണ്ണൻ ചേട്ടൻ എന്നാ. കൂടെ ഒരാളും കൂടെ അഭിനയിച്ചിരുന്നു, നീരജ് കൃഷ്ണ. അവര് ഇവിടെ തന്നെയാണോ? ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനാ, ഭയങ്കര ബോണ്ടാ. ഒറിജിനൽ ജീവിതത്തിൽ അങ്ങനെ ബോണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? കൊറേ എന്നുവെച്ചാല് ഇവിടെ കൂട്ടുകാരന്മാരുണ്ടല്ലോ നാട്ടില്, ചേച്ചിക്ക് അറിയാലോ. എന്തായാലും അങ്ങനെ കുറെ പേരുണ്ട്, അങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ കുറെ പേര് പറയാനുണ്ട്. ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എങ്ങനെയാ? 10-ായിട്ടുള്ളൂ. അടുത്ത സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നല്ല സിനിമകൾ ഓഫർ കിട്ടിയാൽ ചെയ്യും. വിളിച്ചിട്ടുണ്ട് കുറെ പേര്. മോഹൻലാലൊക്കെ വിളിച്ചിരുന്നോ? അവരെ കണ്ട്, മമ്മൂക്കേനെ മോഹൻലാലിനെ കണ്ട്. അവരെന്താ പറഞ്ഞ സിനിമയെ കുറിച്ച്? ഭയങ്കരമായിട്ട് മോഹൻലാൽ എന്താണ് പല്ലുട്ടികളെ ഞങ്ങൾ വിളിച്ച്, അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ മമ്മൂക്കനെ കണ്ടിട്ടുണ്ട് ഒരോട്ടം. ഇപ്പോൾ 90s കഥയാണല്ലോ മെയിനായിട്ട് പല്ലുട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ നിങ്ങൾക്കിപ്പോ ഒരു കാരാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് അഭിനയിക്കാനായിട്ട്? ഒന്ന് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അറിയില്ല, ഇപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു വണ്ടി ചക്രം, ഒരു അലുമിനിയം പാത്രം പോലുള്ള ഒരു ഇത്, പിന്നെ കണ്ണില് മഴത്തുള്ളി, ഇതൊക്കെ നേരത്തെ അറിയായിരുന്നോ? മഴത്തുള്ളി അതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മപ്പോഴും ബാഗെല്ലാം ഇട്ടുണ്ട് പോറ്. അപ്പം അതൊക്കെ ഭയങ്കര അത്ഭുതത്തോടെയാണ് ഞങ്ങൾ ചെയ്തത്. പെട്ടി പിടിച്ചിട്ട് പോയതും പിന്നെ പാടത്തോടൊക്കെ നമ്മൾ ഓടാറുണ്ട്, കളിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായി. പിന്നെ വട്ട്, പിന്നെ കുറേ വക്കുകളി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനല്ല, കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു? ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിന് കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. അത് പല്ലുട്ടിയിലൂടെയാണ് കിട്ടിയത്. 2022 ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനാണ് കിട്ടിയത്. പിന്നെ അതിനുശേഷം വില്ലേജ് ക്രിക്കറ്റ് ബോയ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലൂടെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് ടെലിവിഷൻ തിയേറ്ററിൽ നിന്നൊക്കെ ഭയങ്കര നല്ല നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ട് ഇറങ്ങി വരുമ്പോ കണ്ണൻ ചേട്ടാ എന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാല്. പിന്നെ എല്ലാവരും ഓടി വരുമ്പോ തന്നെ കെട്ടിപ്പിടിച്ച് കരയണേ. ചില അമ്മമാരൊക്കെ ഉമ്മ വന്നു. അപ്പൊ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവരെ ചെറുപ്പകാലമുള്ള പറയണത്. അപ്പൊ ആ കൂടുതൽ അവർക്ക് കണക്ട് ആവും. ഇപ്പൊ കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന്. പിന്നെ അതുപോലെ ഇനി പേഴ്സണൽ കാര്യം വെച്ചാൽ ഇപ്പൊ എത്രയിലാണ് പഠിക്കുന്നത്? 10ലാണ് പഠിക്കുന്നത്. കരുപ്പടം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, വെള്ളാങ്കല്ലൂർ തന്നെ. 10ആണ്. അപ്പൊ എങ്ങനെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നത്? നന്നായിട്ട് പോകുന്നുണ്ട്. 2 ആഴ്ച പോയിട്ടില്ല, ഇനി പോകണം. ഇനി എങ്ങനെ ഇനി വരുന്ന സിനിമകളൊക്കെ എങ്ങനെയാണ്? കുറെ ഓഫറൊക്കെ വന്നിട്ടുണ്ടോ ഈ സിനിമ കണ്ടിട്ട്? ഈ സിനിമ കണ്ടിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഡേറ്റിന് നിൽക്കുന്നുണ്ട്, ഡിസംബറിലായിരിക്കും ചിലപ്പോൾ ഷൂട്ട്. ഇനി ഇതിപ്പോ എനിക്ക് തോന്നുന്നു 25 ദിവസത്തോളാണ്ടായി തോന്നുന്നല്ലേ? 3 ആഴ്ച. അപ്പോൾ ഇപ്പോഴും ആളുകളൊക്കെ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി ഇപ്പോഴും പോവാറുണ്ടോ? പോവാറില്ല. ആ സമയത്തൊക്കെ എല്ലാ തിയേറ്ററിലും അത്യാവശ്യം ഇപ്പോൾ അഭിനയിക്കുമ്പോൾ വേറൊരു ഇത്, സിനിമ വന്ന് കണ്ടപ്പോൾ എന്താണ് ഒരു ചേഞ്ച് തോന്നിയേ? എൻ്റെ സംസാരം മാറി, പിന്നെ മുഖശേപ്പ് മാറി, മുടി കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു മാറ്റങ്ങൾ എന്ന് പറയാനുള്ളത്. പിന്നൊന്നുമില്ല. അതിൽ ഭയങ്കര ചെറിയൊരു കുട്ടിത്തം, ഇപ്പം അതൊക്കെ പോയി. ഇനി പല്ലുട്ടിയിലെ ലൊക്കേഷൻ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ കുറച്ച് ടഫായിരുന്നു. പാലക്കാടായിരുന്നു. അപ്പോൾ ഭയങ്കര അറിയാലോ, ഭയങ്കര ചൂടാണ്. അതൊന്നും ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ചൂട് അങ്ങനെ. പക്ഷേ അവിടുത്തെ ലൊക്കേഷൻ അടിപൊളിയുള്ള ഭയങ്കര ബ്യൂട്ടിയാണ് സ്ഥലങ്ങൾ. കുറേ പാടത്തു കൂടെയും പാറക്കെട്ടും ഭയങ്കര അടിപൊളിയായിരുന്നു സംഭവം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് അമ്മമ്മയ്ക്കാണോ അതോ അച്ഛമ്മയ്ക്കാണ്? എല്ലാരും എന്താ പറയാ അച്ഛമ്മേനെ കുറിച്ച്? ഇപ്പൊ മിക്ക ആൾക്കാർക്ക് അറിയില്ല നിങ്ങൾ ഒരേ വീട്ടിലുള്ള അച്ഛമ്മയും മോനും ആണെന്ന്. ഞാൻ എല്ലാ ഇതിൽ പറയാറുണ്ട്, റിയ അച്ഛമ്മയാണ്. പിന്നെ അച്ഛമ്മയെ അഭിനയിക്കൂലല്ല, ജീവിക്കല്ലേ. നേരത്തെ ഇന്റർവ്യൂ കണ്ടല്ല, കൊറേ സംസാരിക്കും, നിർത്തൂല. പിന്നെ അമ്മമ്മ ഒരു നാച്ചുറൽ ഒരു ടോണാണ് സത്യം പറഞ്ഞ. ഇപ്പൊ അമ്മമ്മയ്ക്ക് അതുപോലെ തന്നെ വയ്യാണ്ട് കിടക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒറിജിനലി അമ്മമ്മക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി നോക്കോ? അച്ഛമ്മ ഇങ്ങനെ തന്നെയാണ്, വയ്യാണ്ടായാലും അങ്ങനെ തന്നെയാണ് ആള്. അടുത്ത് പോയി കഴിഞ്ഞാൽ മോനെ പൊക്കോ, വയ്യ പകര്. ഈ അഭിനയൊക്കെ കണ്ടിട്ട് ക്ലാസ്സിലെ ഗേൾസ് ഒക്കെ എന്താ പറഞ്ഞേ? ഗേൾസ് കുറെ ഫാൻസ് ഉണ്ടാവില്ലേ ഗേൾസിന്റെ? ഗേൾസ് ഒന്നുമില്ല, എല്ലാവരും കൂട്ടുകാരികളാണ്. എന്നിട്ട് മെസ്സേജൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തും സിനിമ കണ്ടിട്ട് അടിപൊളിയായിട്ട് സൂപ്പർ. അപ്പൊ ഞാൻ താങ്ക് യു എല്ലാത്തിനും താങ്ക് യു കൊടുക്കാറുള്ളൂ. അപ്പൊ ഇപ്പൊ എന്തായാലും
പല്ലുട്ടി ഇങ്ങനെ 10-25 ദിവസങ്ങളായി ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പോൾ ഇനിയും സിനിമ കണ്ടിട്ട് നിരവധി ഓഫറുകൾ കിട്ടട്ടെ നമുക്ക് ആശംസിക്കാം. താങ്ക് യു.